topic is the other factors that are affecting human comfort. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്യൂമൻ കംഫർട്ടിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറായ എഫക്റ്റീവ് ടെമ്പറേച്ചർ നമ്മൾ കണ്ടു. ഇനി അടുത്ത കാര്യമാണ് ഹീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് റെഗുലേഷൻ ഇൻ ഹ്യൂമൻ ബോഡി. കാരണം നമ്മൾ എന്തിനാണ് ഹീറ്റ് പ്രൊഡക്ഷൻ, അതായത് ഒരു ഹ്യൂമൻ ബോഡി നമ്മൾ എന്താണെന്ന് അറിയണം, ഹ്യൂമൻ ബോഡിയിൽ എന്തുമാത്രം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുമെന്ന് അറിയണം, ഹ്യൂമൻ ബോഡി ഹൈ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കേസിൽ എന്തുമാത്രം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു എന്നറിയണം. കാരണം ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം നമ്മളൊരു പർട്ടിക്കുലർ റൂമിന് വേണ്ടി സെറ്റ് ചെയ്യുമ്പോൾ അവിടെ എത്ര ഒക്യുപ്പൻസ് ഉണ്ട്, ആ ഒക്യുപ്പൻസിൻ്റെ ബോഡിയിൽ നിന്ന് എന്തുമാത്രം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു എന്ന് അറിയണം. അതനുസരിച്ച് വേണം എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. ഇപ്പോൾ ഒരു തിയേറ്റർ നമ്മൾ എടുക്കുന്നു, അതിനകത്ത് ഒരുപാട് ഒക്യുപ്പൻസ് ഉണ്ട്. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന എയർ കണ്ടീഷൻ സിസ്റ്റത്തിന് ആ ഫുൾ ഒക്യുപ്പൻസ് ലിബറേറ്റ് ചെയ്യുന്ന ആ എനർജി, അവരുടെ ബോഡിയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ ആ ഒരു സ്പേസിൽ ഡിസ്കംഫർട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ജിം എടുക്കുന്നു, അവിടെ വളരെ ഹൈലി ആക്റ്റീവായിട്ടാണ് എക്സസൈസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ലിബറേഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അപ്പോൾ ആ കേസിൽ അവിടെയും ആ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ആ ഹീറ്റിനെ റിമൂവ് ചെയ്ത് ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഒക്യുപ്പൻസിന് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ഇനി മറ്റൊരു റൂം എടുക്കുന്നു, അവിടെ ഒക്യുപ്പൻസ് റെസ്റ്റാണ്, മീൻസ് ഹൈ ആയിട്ട് ആക്റ്റീവ് ആകാത്തൊരു കേസാണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ലിബറേഷൻ എന്ന് പറയുന്നത് നേരത്തെ കണ്ട പോലെ ജിമ്മുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. പക്ഷേ അവിടെയും ആ ഹീറ്റ് ലിബറേഷൻ എത്രയാണെന്നറിഞ്ഞ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരത്തിൽ ഹ്യൂമൻ ബോഡിയിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്തുമാത്രമാണ് എന്നതിൻ്റെ ബേസിലായിരിക്കും എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യേണ്ടത്. അതായത് എഫക്റ്റീവ് ടെമ്പറേച്ചർ എത്ര വേണം, എയർ ഫ്ലോ എത്ര വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു ഹീറ്റ് എഞ്ചിനാണ്. ഫുഡ് കൺസ്യൂം ചെയ്യുന്നു, ദെൻ ആ ഫുഡ് വർക്കായിട്ട് കുറേ മാറുന്നു, ദെൻ എനർജി ആയിട്ട് നഷ്ടപ്പെടുന്നു, ലൈക്ക് ആൻ IC എഞ്ചിൻ. അപ്പോൾ ദ റേറ്റ് ഓഫ് ഹീറ്റ് പ്രൊഡക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽസ് ഹെൽത്ത്. ഇനി ഒരു ഹ്യൂമൻ ബോഡിയിൽ നിന്ന് എത്ര എമൗണ്ട് ഹീറ്റാണ് ലിബറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് സെക്സിനെ ആശ്രയിച്ചിരിക്കും, അതുപോലെ ആ വ്യക്തിയുടെ ഹെൽത്തിനെ ആശ്രയിച്ചിരിക്കും, ആ വ്യക്തിയുടെ ഏജിനെ ആശ്രയിച്ചിരിക്കും, ആ വ്യക്തി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ ആശ്രയിച്ചിരിക്കും, അതുപോലെ തന്നെ വ്യക്തി സ്മോക്ക് ചെയ്യുന്നുണ്ടോ തുടങ്ങി മറ്റു കാര്യങ്ങളും ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒക്കുപ്പൻറ്റിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിന് കാരണക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ഏജ്, സെക്സ്, ആക്ടിവിറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പർട്ടിക്കുലർ സ്പേസിലേക്ക് വേണ്ടി എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു സ്പേസിൽ ആരൊക്കുപ്പൈ ചെയ്യുന്നു, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ആ ഒരു സ്പേസിൽ ഹ്യൂമൻസ് മൂലം അല്ലെങ്കിൽ ഒക്യുപ്പൻസ് മൂലം ലിബറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള എമൗണ്ട് ഹീറ്റ് എത്രയാണ് എന്ന് അറിയണം. എങ്കിലേ ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ തക്ക ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം കംപ്ലീറ്റ് ആയിട്ടും ഹീറ്റ് റിമൂവ് ചെയ്ത് ഒരു കംഫർട്ട് സോൺ ആ റൂമിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അവിടെ ഒക്യുപ്പൻസിന് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ദ ഹ്യൂമൻ ബോഡി ഹാസ് എ തെർമൽ എഫിഷ്യൻസി ഓഫ് 20%. Therefore, the remaining 80% of the heat must be rejected to the surroundings. അപ്പോൾ ഹ്യൂമൻ ബോഡി ലൈക്ക് ആൻ IC എഞ്ചിൻ എഫിഷ്യൻസി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേജർ ഒരു എമൗണ്ടും വേസ്റ്റ് ഹീറ്റായിട്ട് സറൗണ്ടിങ്സിലേക്ക് പോകുന്നു. The rate and the manner of rejection of heat is controlled by the automatic regulation system of a human body. അപ്പോൾ ഹ്യൂമൻ ബോഡി നമുക്കറിയാം, അതെപ്പോഴും അതിൻ്റെ ഇന്നർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു സർട്ടൻ വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് ഹ്യൂമൻ ബോഡിയിലേക്ക് എക്സസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയണം. അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് എക്സസ് ആയിട്ട് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് പോകുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ എപ്പോഴും ഹ്യൂമൻ്റെ ആ ഒരു തെർമൽ ബാലൻസ്, ആ ഹ്യൂമൻ ബോഡിയുടെ തെർമൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ ഹ്യൂമൻ ബോഡിക്ക് സാധിക്കണം. അപ്പോൾ അതിനാണ് മെറ്റാബോളിസം. ഓക്കെ, അപ്പോൾ അതിൽ ബോഡി ബ്ലഡ് ഫ്ലോ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ഹീറ്റ് ബാലൻസ് കീപ്പ് ചെയ്യുക. The heat loss from the skin is taken place by 3 ways. That is radiation, convection and evaporation.
അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഹീറ്റ് സറൗണ്ടിങ്സോ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയും സറൗണ്ടിങ്സോ ആയിട്ട് ഹീറ്റ് ഇൻട്രാക്ഷൻ നടക്കുന്നത് 3 രീതിയിലാണ്. റേഡിയേഷൻ മൂലമാകാം, കൺവെക്ഷൻ മൂലമാകാം, ഇവാപ്പറേഷൻ മൂലമാകാം. ഇനി വെൻ സറൗണ്ടിങ് എയർ ടെമ്പറേച്ചർ ഈസ് എബോവ് ദ ബ്ലഡ് ടെമ്പറേച്ചർ ദ ഹീറ്റ് ഈസ് റിമൂവ്ഡ് ബൈ ഇവാപ്പറേഷൻ. അപ്പോൾ ആംബിയൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ കൂടുതൽ എമൗണ്ട് ഹീറ്റ് ബോഡിയിലേക്ക് വരുന്നു. അത് ബോഡിയുടെ തെർമൽ ബാലൻസ് തെറ്റും. സോ ബോഡി ആ ഹീറ്റിനെ റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതിനുവേണ്ടി ബോഡി വിയർക്കുന്നു. ദെൻ ലിക്വിഡ് പാർട്ടിക്കിൾസ് നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിൽ വരുന്നു. ഈ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഇവാപ്പറേറ്റ് ചെയ്തു പോകുന്നു. അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ലേറ്റൻ്റ് ഹീറ്റ് വേണം. അത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് വേപ്പർ ഫോമിലേക്ക് മാറി ഇവാപ്പറേറ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവാപ്പറേഷനിലൂടെ ബോഡി ഹീറ്റ് റിജക്റ്റ് ചെയ്തു. അങ്ങനെ ബോഡിയുടെ തെർമൽ ബാലൻസ് കീപ്പ് ചെയ്തു. ഇനി വെൻ സറൗണ്ടിങ് എയർ ടെമ്പറേച്ചർ ഈസ് ബിലോ ദ ബ്ലഡ് ടെമ്പറേച്ചർ ദ ഹീറ്റ് ഈസ് റിമൂവ്ഡ് ബൈ റേഡിയേഷൻ ആൻഡ് കൺവെക്ഷൻ. ഇനി സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ലോ ടെമ്പറേച്ചർ ആണ് എങ്കിൽ ബോഡിയിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെടും സറൗണ്ടിങ്സിലേക്ക് റേഡിയേഷനിലൂടെയും കൺവെക്ഷനിലൂടെയും. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും? നമ്മുടെ സ്കിന്നിൻ്റെ സർഫസ് അല്ലെങ്കിൽ സ്കിന്നിൽ കൂടെയുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കും. ബ്ലഡ് ഫ്ലോ കുറച്ചുകൊണ്ട് മാക്സിമം ബോഡിയിൽ നിന്ന് ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് നഷ്ടപ്പെടുന്ന ഒഴിവാക്കും. അതേസമയം ആദ്യത്തെ കേസിൽ സ്കിന്നിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടിക്കൊണ്ട് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകണമായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പം ബോഡിയിൽ നിന്ന് ഹീറ്റ് കണ്ടമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബോഡിയുടെ ടെമ്പറേച്ചർ താഴും. അങ്ങനെ തെർമൽ ബാലൻസ് പോകും. സോ അത് പാടില്ല. അപ്പോൾ അതുകൊണ്ട് ബോഡി സ്കിന്നിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറച്ചുകൊണ്ട് ബോഡിയുടെ ആ ഇന്നർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. അപ്പോൾ ഇൻ കേസ് ദ ബോഡി ഫെയിൽസ്, അപ്പോൾ ബോഡി ആ തെർമൽ ബാലൻസ് അല്ലെങ്കിൽ ആ ഇന്നർ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അത് മറ്റു പല കാരണങ്ങൾക്കും കാരണമാകും. അതായത് മീൻസ് ബോഡി ഫെയിലാകും. ബോഡി ഫെയിലായി കഴിഞ്ഞാൽ മറ്റ് അസ്വസ്ഥതകളുണ്ടാകും, ക്ഷീണം ഉണ്ടാകും, തലകറക്കം ഉണ്ടാകും, ഡിപ്പെൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തണുപ്പ് കൂടിയ റീജിയനിൽ നമ്മൾ ക്ലോത്ത് ബോഡിയിൽ നിന്ന് മാക്സിമം ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ ക്ലോത്ത് യൂസ് ചെയ്യും. ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് റേഡിയേഷൻ മാക്സിമം ഒഴിവാക്കുന്നു. ദെൻ ചൂട് സമയമാണെങ്കിൽ നമ്മൾ വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മാക്സിമം ഹീറ്റ് ബോഡിയിലേക്ക് പ്രവേശിക്കുന്നത് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ടും നമ്മൾ ആ ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം കൺട്രോൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബോഡിയും ഈ ഹീറ്റ് ട്രാൻസ്ഫർ റെഗുലേറ്റ് ചെയ്യുന്നു. ഇനി അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഹീറ്റ് പ്രൊഡക്ഷൻ അറിയുന്നത് അല്ലെങ്കിൽ ഹീറ്റ് ലോസ് അറിയുന്നത്? കാരണം എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ബോഡിയും ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് അപ്പോൾ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ആ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത ഒരു പാരാമീറ്ററാണ് ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ലോസസ് ഫ്രം ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഹീറ്റും അതുപോലെ മോയ്സ്ചർ ലോസും ഉണ്ടാകുന്നു. ദ ഹീറ്റ് ഈസ് ഗിവൺ ഓഫ് ഫ്രം ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഹീറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൺവെക്ഷൻ, റേഡിയേഷൻ, അതുപോലെ ഇവാപ്പറേഷൻ. ഈ 3 രീതിയിലാണ് ഒരു ഹീറ്റ് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നത് ഹ്യൂമൻ ബോഡിയും സറൗണ്ടിങ്സുമായിട്ട്. അപ്പോൾ അതിൽ സെൻസിബിളായിട്ടുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാവുന്നത് റേഡിയേഷനും കൺവെക്ഷനും മൂലം ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറാണ്. ലേറ്റൻ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാവുന്നത് ഇവാപ്പറേഷൻ മൂലം ഉണ്ടാകുന്ന ഹീറ്റ് ഇൻട്രാക്ഷനെയാണ് ലേറ്റൻ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാവുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ഓർഡർ ടു ഡിസൈൻ എനി എയർ കണ്ടീഷനിങ് സിസ്റ്റം ഫോർ സ്പേസസ് വിച്ച് ഹ്യൂമൻ ബോഡീസ് ആർ ടു ഓക്കുപ്പൈ, it is necessary to know the rate at which these two forms of heat are given off under different conditions. അപ്പം ഹ്യൂമൻ ബോഡി ഓക്കുപ്പൈ ചെയ്യുന്ന ഒരു സ്പേസ്, ഒരു സിനിമാ തിയേറ്റർ ആയിക്കോട്ടെ, അതല്ല എങ്കിൽ ഒരു ജിം ആയിക്കോട്ടെ, ഈ 2 കേസിലും സെയിം ഹ്യൂമൻസ് ആണ് ഓക്കുപ്പൈ ചെയ്യുക. അതായത് സെയിം നമ്പർ ഓഫ് ഹ്യൂമൻസ് ആണ് ഓക്കുപ്പൈ ചെയ്യുന്നത് കരുതുക. പക്ഷേ 2 സ്ഥലത്തുള്ള ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആണ്. സിനിമാ തിയേറ്ററിൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്, ജിമ്മിൽ ആക്ടിവിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റ് പ്രൊഡക്ഷൻ ജിമ്മിൽ വളരെ കൂടുതലാണ് ആസ് കമ്പയർഡ് ടു സിനിമാ തിയേറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ.
ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുവാണ്. കർവ് എ, കർവ് ബി, കർവ് സി, കർവ് ഡി. കർവ് എ എന്ന് പറഞ്ഞാൽ മെൻ വർക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 90 kN/m/h. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കർവ് എ റെപ്രസെൻ്റ് ചെയ്യുക. കർവ് ബി എന്ന് പറഞ്ഞാൽ മെൻ വർക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 45 kN/m/h. ദെൻ കർവ് സി, കർവ് ഡി എന്ന് പറഞ്ഞാൽ മെൻ അറ്റ് റെസ്റ്റ്. അപ്പോൾ ഈ കാണിക്കുന്നതിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കർവ് എ ആണ്. ഇനി ഏറ്റവും മിനിമം ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കർവ് ഡി ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം, ബോഡിയിൽ നിന്ന് ഹീറ്റ് ലോസ് ഉണ്ടാകുന്നു. ഈ ഹീറ്റ് ലോസിനെ അത് റേഡിയേഷൻ മൂലവും അതിൽ കൺവെക്ഷൻ മൂലവും ഇവാപറേഷൻ മൂലവും ഒക്കെ ഹീറ്റ് ലോസ് ഉണ്ടാകുന്നു. ആ ഹീറ്റ് ലോസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സെൻസിബിൾ ഹീറ്റ് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടു റേഡിയേഷനും കൺവെക്ഷനുമാണ് സെൻസിബിൾ ഹീറ്റ് കാറ്റഗറിയിൽ പെടുന്നത്. ലേറ്റൻ്റ് ഹീറ്റ് കാറ്റഗറിയിൽ പെടുന്നത് ഇവാപറേഷൻ മൂലം ഉണ്ടാകുന്ന ബോഡിയും സറൗണ്ടിങ്സും ആയിട്ടുള്ള ഹീറ്റ് ഇൻട്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം സെൻസിബിൾ ഹീറ്റ് എടുക്കാം, അതായത് റേഡിയേഷനും കൺവെക്ഷനും മൂലം ഉണ്ടാകുന്ന ഹീറ്റ്. അപ്പോൾ കർവ് എ, അതായത് എ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഹൈലി ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് വളരെ കൂടുതലായിരിക്കും. ഇനി ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. അതായത് ഈ കർവ് എ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ്, ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്താണ് എന്നുള്ളതാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചർ നമ്മൾ വേരി ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വളരെ കുറവാണ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കുന്ന കേസിൽ ആ ബോഡിയിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് ലോസ് വളരെ കൂടുതലാണ്. കാരണം സറൗണ്ടിങ് ടെമ്പറേച്ചർ വളരെ കുറവാണ്. കർവ് എ ആൾക്കാർ വളരെയധികം വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന, അതായത് സെൻസിബിൾ ഹീറ്റ് മൂലം, റേഡിയേഷൻ മൂലം, കൺവെക്ഷൻ മൂലം നഷ്ടപ്പെടുന്ന ഹീറ്റ് ലോസ് കൂടുതലായിരിക്കും. കാരണം ഒരു ജിമ്മിൽ വർക്ക് ചെയ്യുന്നു, ആ ജിമ്മിനകത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറവാണ്. ബോഡി നന്നായിട്ട് ഹീറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ബോഡിയിൽ നിന്ന് കൺവെക്ഷൻ മൂലം, റേഡിയേഷൻ മൂലം ഹീറ്റ് പോകുന്നതിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഹീറ്റ് ലോസ് കൂടുതലായിരിക്കും. എപ്പം? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കുമ്പോൾ. ഇനി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടുക മീൻസ് ആ ജിമ്മിന് അല്ലെങ്കിൽ റൂമിനകത്തെ ടെമ്പറേച്ചർ കൂടുന്നു. കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ റേഡിയേഷൻ മൂലം അല്ലെങ്കിൽ കൺവെക്ഷൻ മൂലം ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് കുറയുവാണ്. കാരണം ആംബിയൻറ്റ് തന്നെ വളരെ ഹീറ്റായിട്ടിരിക്കുന്നു. സോ റേഡിയേഷൻ മൂലം, കൺവെക്ഷൻ മൂലം ബോഡിയിൽ നിന്ന് ഹീറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആവുമോ? ഇല്ല. അപ്പോൾ അതാണ് ഈ കർവുകൾ കാണിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ കർവ് എ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ ആണ് ഈ കർവ് എ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഹീറ്റ് ലോസ് റേഡിയേഷൻ മൂലം അല്ലെങ്കിൽ കൺവെക്ഷൻ മൂലം ആ ഹീറ്റ് ലോസ് മാക്സിമം ഉണ്ടാകുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറവായിരിക്കുമ്പോഴാണ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടുന്തോറും ആ ഹീറ്റ് ലോസ് കുറയും. ഹീറ്റ് ലോസ് മീൻസ് ഇപ്പോൾ നമ്മൾ ആദ്യം വളരെ ലോ ടെമ്പറേച്ചറിലാണ് നമ്മുടെ റൂം സെറ്റ് ചെയ്യുന്നത്. ആ റൂമിനകത്ത് ഓക്യുപ്പൻസ് വളരെ ആക്റ്റീവായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ കൂടുതൽ എമൗണ്ട് ഹീറ്റ് ലോസും നടക്കുന്നത് റേഡിയേഷൻ മൂലമോ കൺവെക്ഷൻ മൂലമോ ആയിരിക്കും. ഇവാപറേഷൻ മൂലം ഉണ്ടാകുന്ന ആ ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു എ സിയിൽ അല്ലെങ്കിൽ വളരെ തണുത്ത ഒരു ക്ലൈമറ്റിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ വേർക്കത്തില്ല. കാരണം ബോഡിയിൽ നിന്ന് ഹീറ്റ് കൂടുതലും റേഡിയേഷൻ മൂലം അല്ലെങ്കിൽ കൺവെക്ഷൻ മൂലം ബോഡിയിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിക്ക് ഇവാപറേഷനിലൂടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യേണ്ട കേസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറവായിരിക്കുന്ന കേസിൽ ഈ റേഡിയേഷൻ മൂലം കൺവെക്ഷൻ മൂലം ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് വളരെ കൂടുതലായിരിക്കുന്നത്. അതേസമയം നമ്മൾ ഈ കർവയെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാവും. ഈ ലേറ്റൻ്റ് ഹീറ്റ് നോക്കുകയാണെങ്കിൽ ലേറ്റൻ്റ് ഹീറ്റ് ലോസ് കുറവായിരിക്കും. കാരണം നമ്മുടെ ബോഡി വിയർക്കുന്നത് കുറവായിരിക്കും വളരെ ലോ ടെമ്പറേച്ചറിൽ. ഇനി നമ്മൾ ഹൈ ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നത് കരുതുക. നമുക്ക് എക്സ്ട്രീം എടുക്കാം, വളരെ ലോ ടെമ്പറേച്ചറും കുറച്ച് ഹൈ ടെമ്പറേച്ചറും. ഇപ്പോൾ നമ്മൾ കർവ് എ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് വിയർക്കും. കാരണം എന്താ? സറൗണ്ടിങ്സ് ഓൾറെഡി ടെമ്പറേച്ചർ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി ഹീറ്റ് ആകുമ്പോൾ ബോഡിയിൽ നിന്ന്
കൺവെക്ഷൻ മൂലവും റേഡിയേഷൻ മൂലവും ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് അല്ലെങ്കിൽ റിമൂവ് ആക്കപ്പെടുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിക്ക് അതിൻ്റെ തെർമൽ ബാലൻസ് നിലനിർത്താൻ ഹീറ്റ് റിമൂവ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അത് ഇവാപ്രേഷനിലൂടെ ഹീറ്റ് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കുമ്പോൾ സെൻസിബിൾ, അതായത് റേഡിയേഷൻ മൂലവും കൺവെക്ഷൻ മൂലവും ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് കുറവാണ്. മറിച്ച് ഇവാപ്രേഷൻ മൂലം ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് എന്ന് പറയുന്ന ആ സമയത്ത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അതാണ് കർവ് എ. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് കർവ് ബിയും കർവ് സിയും കർവ് ഡിയും ഒക്കെ വരിക. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഈ ആംബിയൻ ടെമ്പറേച്ചർ വളരെ ലോ ആണ് എങ്കിൽ കൂടുതൽ എമൗണ്ട് ഹീറ്റും ബോഡിയിൽ നിന്ന് പോകുന്നത് റേഡിയേഷനും കൺവെക്ഷൻ മൂലമായിരിക്കും. ഇനി ആംബിയൻ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ ബോഡിയിൽ നിന്ന് ഹീറ്റ് കൂടുതലും ട്രാൻസ്ഫർ ആവുന്നത് ഇവാപ്രേഷനിലൂടെ ആയിരിക്കും. അതാണ് ഈ ഒരു കർവിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ABCD കാണിച്ചിരിക്കുന്നത് പല ആക്ടിവിറ്റീസ്, പല എമൗണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഡയഗ്രാം, സെൻസിബിൾ ഹീറ്റ് ലോസിൽ നിന്നും ലേറ്റൻറ്റ് ഹീറ്റ് ലോസിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം, ആംബിയൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ കുറവായിരിക്കുന്ന കേസിൽ സെൻസിബിൾ ഹീറ്റ് ലോസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ദെൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറവായിരിക്കുന്ന കേസിലെ ലേറ്റൻറ്റ് ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കുന്ന കേസിൽ സെൻസിബിൾ ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ആ സമയത്ത് ലേറ്റൻറ്റ് ഹീറ്റ് ലോസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ബോഡി വിയർക്കുന്നത്. വിയർത്തുകൊണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് മാക്സിമം ഹീറ്റ് പുറത്തേക്ക് കളയണം. ഇനി നമ്മൾ ഈ ടോട്ടൽ ഹീറ്റ് ലോസും എഫക്റ്റീവ് ടെമ്പറേച്ചറുമായിട്ട് നോക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഹീറ്റ് ലോസും എഫക്റ്റീവ് ടെമ്പറേച്ചറുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എഫക്റ്റീവ് ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. ഇപ്പോൾ കാറ്റഗറി എ എന്ന് പറയുന്ന ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ എഫക്റ്റീവ് ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കുന്നു? ഈ ടോട്ടൽ ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് കുറയുന്നു. അതായത് എഫക്റ്റീവ് ടെമ്പറേച്ചർ കൂടുമ്പോൾ സെൻസിബിൾ ഹീറ്റ് ലോസും ലേറ്റൻറ്റ് ഹീറ്റ് ലോസും കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ, അതായത് ഈ കാണുന്ന ഒരു റേഞ്ചിൽ എഫക്റ്റീവ് ടെമ്പറേച്ചർ നിന്ന് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇനി ബി എന്ന് പറയുന്ന കാറ്റഗറിയെ സംബന്ധിച്ചും സി എന്ന് പറയുന്ന കാറ്റഗറിയെ സംബന്ധിച്ചും ഡി എന്ന് പറയുന്ന കാറ്റഗറിയെ സംബന്ധിച്ചും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അതായത് ഒരു ഒപ്റ്റിമം എഫക്റ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്. ആ എഫക്റ്റീവ് ടെമ്പറേച്ചറാണ് അവർക്ക് കംഫർട്ടബിൾ. അതായത് എ എന്നൊക്കെ പറയുന്ന കാറ്റഗറിക്കാർക്ക് കംഫർട്ടബിളും ബി എന്ന് പറയുന്ന കാറ്റഗറിക്കും സി എന്ന് പറയുന്ന കാറ്റഗറിക്കും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എഫക്റ്റീവ് ടെമ്പറേച്ചറാണ്. പക്ഷേ ഈ കർവിൽ നോക്കുമ്പം എ എന്ന് പറയുന്ന കാറ്റഗറിക്കാർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ റേഞ്ച് കൂടുതലാണ്. അതായത് അവർക്ക് ഈ ഒരു കുറഞ്ഞ എഫക്റ്റീവ് ടെമ്പറേച്ചറിലും നല്ല കംഫർട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ ഈ ഒരു എഫക്റ്റീവ് ടെമ്പറേച്ചറിലും അവർക്ക് കംഫർട്ട് കിട്ടുന്നു. പക്ഷേ അവരെ സംബന്ധിച്ച് എഫക്റ്റീവ് ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുമ്പോഴാണ് കംഫർട്ട് കൂടുതൽ കിട്ടുന്നത്. കാരണം അവരുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് ലോസ് പോകുന്നതിൻ്റെ എമൗണ്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല കംഫർട്ട് കിട്ടുന്നു. ഇനി ബി എന്ന് പറയുന്ന കാറ്റഗറിക്കാർ എ എന്ന് പറയുന്ന കാറ്റഗറിക്കാർ അത്രയും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, എന്നിരുന്നാലും അവരെ സംബന്ധിച്ചും എഫക്റ്റീവ് ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്നതാണ് അവർക്ക് കുറച്ച് കൂടുതൽ കംഫർട്ട്. ദെൻ എഫക്റ്റീവ് ടെമ്പറേച്ചർ കൂടുന്തോറും അവരുടെ കംഫർട്ട് കുറഞ്ഞു വരും. കാരണം ഹീറ്റ് ലോസ് കുറയുക. ടോട്ടൽ ഹീറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ മൂലവും കൺവെക്ഷൻ മൂലവും ഇവാപ്രേഷൻ മൂലവും ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന ആ ഹീറ്റിൻ്റെ എമൗണ്ട് കുറയുന്നു. ആ ഹീറ്റ് ലോസ് കുറയുന്നു. ഹീറ്റ് ലോസ് കുറയും തോറും ബോഡി ഡിസ്കംഫർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നന്നായിട്ട് ചൂടത്ത് നിൽക്കുന്നു, നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് റിമൂവ് ആകുന്നുമില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിസ്കംഫർട്ട് എന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സി എന്ന് പറയുന്ന കാറ്റഗറി നോക്കുവാണെങ്കിലും നമുക്ക് ആ ഒരു എഫക്റ്റീവ് ടെമ്പറേച്ചർ കംഫർട്ടബിൾ ആയിരിക്കുന്ന എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ റേഞ്ചാണ് ഈ കാണുന്നത്. അപ്പോൾ എഫക്റ്റീവ് ടെമ്പറേച്ചർ കൂടുമ്പോഴും സി എന്ന് പറയുന്ന കാറ്റഗറിക്കാർക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഡി എന്ന് പറയുന്ന കാറ്റഗറി. അപ്പോൾ ഡിയെ സംബന്ധിച്ച് അവർ റെസ്റ്റ് ചെയ്യുന്നു, അവർ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് എഫക്റ്റീവ് ടെമ്പറേച്ചർ ഈ എ എന്ന് പറയുന്ന കാറ്റഗറി അല്ലെങ്കിൽ അത്രയും ലോ ആകേണ്ട കാര്യമില്ല. കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ളൊരു എഫക്റ്റീവ് ടെമ്പറേച്ചർ ഡി എന്ന് പറയുന്ന കാറ്റഗറിക്കാർക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹീറ്റ് ലിബറേഷൻ എന്ന് പറയുന്നത്
ഹ്യൂമൻ ബോഡിയെ ആശ്രയിച്ചിരിക്കും, അത് ഹ്യൂമൻ ബോഡി ചെയ്യുന്ന വർക്കിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഈ ഒരു ലോസ്, ആ ഹീറ്റ് ലോസ് നഷ്ടപ്പെടാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഹീറ്റ് ലോസിനെ റിമൂവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഹ്യൂമന് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടത് ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് സെൻസിബിൾ ഹീറ്റ് ലോസും ലേറ്റൻറ്റ് ഹീറ്റ് ലോസും എങ്ങനെ അതിനുണ്ടാകുന്ന വേരിയേഷൻ കണ്ടു. അതുപോലെ തന്നെ എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഹീറ്റ് ലോസ് ഉണ്ടാകുന്നതെന്ന് കണ്ടു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഈ എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു സ്യൂട്ടബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൈ ആകരുത് ഒരിക്കലും, അത് ലോ ആയിരിക്കണം. നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഒരു 20 to 22 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലായിരിക്കണം എഫക്റ്റീവ് ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്. എങ്കിലേ ഹ്യൂമന് കംഫർട്ട് കിട്ടും. അത് വളരെ ഹൈ ആയിട്ട് ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എഫക്റ്റീവ് ടെമ്പറേച്ചർ ഒരു 20 എന്ന് പറയുന്ന റേഞ്ചിൽ വയ്ക്കാം. അല്ലെങ്കിൽ തീരെ റെസ്റ്റ് എടുക്കുന്നു വർക്ക് ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ എഫക്റ്റീവ് ടെമ്പറേച്ചർ കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള ഒരു 21 or 22 റേഞ്ചിൽ എഫക്റ്റീവ് ടെമ്പറേച്ചർ വെക്കാം. കാരണം ആ ഒരു എഫക്റ്റീവ് ടെമ്പറേച്ചർ ആയിരിക്കും അവർക്ക് കംഫർട്ട് കിട്ടുന്നത്. ദെൻ അടുത്തതാണ് മോയിസ്ചർ കണ്ടൻറ്റ് ഓഫ് എയർ. ദ മോയിസ്ചർ കണ്ടൻറ്റ് ഓഫ് ഔട്ട്സൈഡ് എയർ ഡ്യൂറിങ് വിൻ്റർ ഈസ് ജനറലി ലോ ആൻഡ് ഇറ്റ് ഈസ് എബോവ് ദ ആവറേജ് ഡ്യൂറിങ് സമ്മർ. അപ്പോൾ വിൻ്റർ ക്ലൈമറ്റിൽ എന്തായിരിക്കും, എയറിനകത്തുള്ള മോയിസ്ചർ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിനെ കണ്ടീഷൻ ചെയ്യുമ്പോൾ മോയിസ്ചർ ആഡ് ചെയ്തിട്ട് വേണം റൂമിലേക്ക് സപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ റൂമിലേക്ക് വരുന്ന എയർ എന്ന് പറയുമ്പോൾ മോയിസ്ചർ കുറഞ്ഞ എയർ ആയിരിക്കും, അത് ഡിസ്കംഫർട്ടിന് കാരണമാകും. ഇനി സമ്മർ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഓരോ ഏരിയനെ ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും സമ്മർ കണ്ടീഷൻ എടുത്തു കഴിയുമ്പോൾ എയറിനകത്തുള്ള മോയിസ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ മോയിസ്ചർ കണ്ടൻറ്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിനെ നമ്മൾ ഡീഹ്യൂമിഡിഫൈ ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ കിട്ടുന്ന ഒരു മോയിസ്ചർ കണ്ടൻറ്റിലേക്ക് മാറ്റിയിട്ട് വേണം സപ്ലൈ ചെയ്യാൻ. അതാണ് എഴുതിയിരിക്കുന്നത്. ദ മോയിസ്ചർ കണ്ടൻറ്റ് ഓഫ് ഔട്ട്സൈഡ് എയർ ഡ്യൂറിങ് വിൻ്റർ ഈസ് ജനറലി ലോ ആൻഡ് ഇറ്റ് ഈസ് എബോവ് ദ ആവറേജ് ഡ്യൂറിങ് സമ്മർ ബിക്കോസ് ദ കപ്പാസിറ്റി ഓഫ് ദ എയർ ടു ക്യാരി മോയിസ്ചർ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. സമ്മറിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ മോയിസ്ചറിനെ അത് ക്യാരി ചെയ്യുന്നു. വിൻ്ററിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് മോയിസ്ചർ കണ്ടൻറ്റ് ക്യാരി ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ ഇൻ വിൻ്റർ മോയിസ്ചർ ഈസ് ആഡഡ് ടു ദ എയർ ബൈ ദ പ്രോസസ് ഓഫ് ഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ വിൻ്ററിൽ നമ്മൾ ഒരു റൂം കണ്ടീഷൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ റൂമിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന എയറിനെ ഹ്യൂമിഡിഫൈ ചെയ്തിട്ട് വേണം റൂമിലേക്ക് സപ്ലൈ ചെയ്യാൻ. ഇനി സമ്മർ കണ്ടീഷൻ ആണെങ്കിൽ നമുക്കൊരു റൂം കണ്ടീഷൻ ചെയ്യണമെങ്കിൽ ആ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിലേക്ക് ആ എയറിനെ മോയ്സ്ചർ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യാൻ. കാരണം സമ്മറിൽ ഓൾറെഡി എയറിനകത്ത് ധാരാളം മോയ്സ്ചർ ഉണ്ട്. സോ ഇൻ സമ്മർ ദ മോയ്സ്ചർ ഈസ് റിമൂവ്ഡ് ഫ്രം ദ എയർ ബൈ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. ഇനി അടുത്തതാണ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് എയർ. ഇതെല്ലാം ഹ്യൂമൻ കംഫർട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ദ എയർ ഷുഡ് ബി ഫ്രീ ഫ്രം ടോക്സിക്, അൺഹെൽത്തിഫുൾ ഓർ ഡിസ്എഗ്രിബിൾ ഫ്യൂംസ്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ എയർ എന്ന് പറയുന്നത് ഫ്രഷ് ആയിരിക്കണം, നല്ല ക്വാളിറ്റിയുള്ള എയർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഡസ്റ്റ് ആൻഡ് ഓഡർ. അതായത് ചീത്ത സ്മെല്ലുണ്ടാകാൻ പാടില്ല, ബാഡ് സ്മെല്ലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അത് ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം. ദെൻ ക്ലീൻ എയർ മസ്റ്റ് ഓൾവേസ് ബി സപ്ലൈ ടു ദ ഒക്യുപ്പൈഡ് സ്പേസ്. അപ്പോൾ ഒക്യുപ്പൻസ് ഇരിക്കുന്ന ആ ഒരു സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള, ക്ലിയർ ആയിട്ടുള്ള, ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള, ടോക്സിക് ഒന്നും അല്ലാത്ത, ഫ്രഷ് ആയിട്ട് നല്ല സ്മെല്ലുള്ള എയർ ആയിരിക്കണം റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത്. ഇൻ ജനറൽ when there is no smoking in a room, 1 meter cube per minute per person of outside air will take care of all the conditions. അപ്പോൾ നമ്മൾ ഒരു ഏരിയ കണ്ടീഷൻ ചെയ്യാൻ നേരത്ത് ആ ഏരിയയിൽ ഒക്യുപ്പൻസ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആ റൂമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്പേസിലേക്ക് സപ്ലൈ ചെയ്യേണ്ട എയറിൻ്റെ എമൗണ്ട്, ക്വാണ്ടിറ്റി വ്യത്യാസപ്പെടും. അതുപോലെ തന്നെയാണ് ഒരു റൂമിനകത്ത് സ്മോക്കിങ്.
ഉണ്ട് എങ്കിൽ നമ്മൾ ആ റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ട എയറിൻ്റെ ക്വാണ്ടിറ്റി വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പോൾ അതാണ് ഇൻ ജനറൽ വെൻ ദർ ഈസ് നോ സ്മോക്കിംഗ് ഇൻ എ റൂം 1 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് പെർ പേഴ്സൺ എന്ന രീതിയിൽ എയർ സപ്ലൈ ചെയ്താൽ മതി. ഇനി സ്മോക്കിംഗ് ഉണ്ടെങ്കിലോ, വെൻ സ്മോക്കിംഗ് ടേക്സ് പ്ലേസ് ഇൻ എ റൂം 1.5 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് പെർ പേഴ്സൺ ഓഫ് ഔട്ട്സൈഡ് എയർ ഈസ് നെസസറി. അപ്പോൾ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂട്ടണം. ഫോർ ജനറൽ ആപ്ലിക്കേഷൻ എ മിനിമം ഓഫ് 0.3 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ഓഫ് ഔട്ട്സൈഡ് എയർ പെർ പേഴ്സൺ മിക്സഡ് വിത്ത് 0.6 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ഓഫ് റീസർക്കുലേറ്റഡ് എയർ ഈസ് ഗുഡ്. അതായത് നോർമൽ കണ്ടീഷനാണെങ്കിൽ നമ്മൾ നമ്മുടെ റൂം കണ്ടീഷൻ ചെയ്തിരിക്കുന്നു, ആ റൂമിൽ നിന്ന് നമ്മൾ ഒരു ഇത്ര പെർസെൻറ്റേജ് എയർ എടുക്കുന്നു, ദെൻ പുറത്തുനിന്ന് ഇത്ര പെർസെൻറ്റേജ് എയർ എടുക്കുന്നു, എന്നിട്ട് രണ്ടിനെയും കൂടെ മിക്സ് ചെയ്യുന്നു, ദെൻ അതിനെ കണ്ടീഷൻ ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഒരു നോർമൽ കേസിൽ നമുക്ക് മതിയാകും. അതായത് കണ്ടീഷൻ ചെയ്ത് റൂമിൽ ഇരിക്കുന്നു, ആ റൂമിൽ നിന്ന് നമ്മൾ എയറിനെ എടുക്കുന്നു, വെളിയിൽ നിന്ന് പുറത്തുനിന്ന് ഫ്രഷ് എയറിനെ എടുക്കുന്നു, രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു, ദെൻ എഗെയിൻ നമുക്ക് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് റൂമിൽ നിന്ന് എയറിനെ എടുക്കുന്നു, ഫ്രഷ് എയറുമായിട്ട് മിക്സ് ചെയ്യുന്നു, റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്ത് റൂം നമുക്ക് ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. ഇനി സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിനകത്തുള്ള വ്യക്തികളെ, എക്യുപ്മെൻറ്റ്സിൻ്റെ എണ്ണത്തിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് സ്മോക്കിംഗ് ഉണ്ടോ എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ദെൻ എയർ മോഷൻ. The distribution of air is very important to maintain a uniform temperature in the conditioned space. ഇപ്പോൾ നമ്മളൊരു സ്പേസ് കണ്ടീഷൻ ചെയ്യാൻ പോകുന്നു, നമ്മൾ ആ സ്പേസിലേക്ക് നമ്മൾ എയർ സപ്ലൈ ചെയ്യുന്നു, ദെൻ എയറിന് മൂവ്മെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ ആ സ്പേസ് ഒരു യൂണിഫോം ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ എത്തിച്ചേർന്നില്ലെന്ന് വരും എയർ മോഷൻ ഇല്ല എന്ന ഒരു കേസാണെങ്കിൽ. അപ്പോൾ ഒരു എയർ മോഷൻ ഉണ്ട് എങ്കിൽ ആ സ്പേസ് യൂണിഫോം ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തും. അങ്ങനെ യൂണിഫോം ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് കംഫർട്ട് കിട്ടുക. അങ്ങനെ യൂണിഫോം ടെമ്പറേച്ചർ എത്താതെ വരുമ്പോൾ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടാകും ആ റൂമിനകത്ത്. അങ്ങനെ വരുമ്പോൾ അത് ഡിസ്കംഫർട്ടിന് കാരണമാകും. ദ എയർ വെലോസിറ്റി ഇൻ ദ ഓക്കുപ്പൈഡ് സോൺ ഷുഡ് നോട്ട് എക്സീഡ് 8 to 12 മീറ്റർ പെർ മിനിറ്റ്. അപ്പോൾ അത്തരത്തിൽ എയറിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകണം. സോ നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എയർ വെലോസിറ്റിയിലാണ് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ റൂമിനകത്ത് തന്നെ എയറിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകണം. ആ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സീഡ് ചെയ്യാൻ പാടില്ല. 8 to 12 മീറ്റർ പെർ മിനിറ്റിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. കാരണം എയർ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷൻ ചെയ്ത ആ എയർ എളുപ്പം ആ റൂമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ എളുപ്പം റൂം ഒരു യൂണിഫോം ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചേരുന്നു. എയർ മോഷൻ ഇല്ലാത്തൊരു കേസിൽ ചിലപ്പോൾ കണ്ടീഷൻ ചെയ്ത എയർ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടി നിൽക്കും. അതുപോലെ കണ്ടീഷൻഡ് ആകാത്ത ആ റൂമിലെ ഹോട്ടായിട്ടുള്ള എയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ടീഷനില്ലാത്ത മറ്റ് എയർ റൂമിൻ്റെ മറ്റ് പോർഷനിൽ കാണും. ഇതുമൂലം ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടാകാം. ദ ഫ്ലോ ഓഫ് എയർ ഷുഡ് ബി പ്രിഫറബിളി ടുവാർഡ്സ് ദ ഫേസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് റാദർ ദാൻ ഫ്രം ദ നിയർ ഇൻ ദ ഓക്കുപ്പൈഡ് സോൺ. അപ്പോൾ ഒരു റൂമിൽ ഓക്യുപ്പൻസ് ഉണ്ട്, അങ്ങനെയെങ്കിൽ അവരുടെ ഫേസിലേക്ക് എയർ ഒരു ഒപ്റ്റിമം വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യിക്കുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ. കാരണം നമ്മൾ തന്നെ റൂമിനകത്ത് എ സിയുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഫ്രഷ് എയർ ഡയറക്റ്റ് ഫേസിലേക്ക് വന്നടിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ട് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ ഫോർ ദ പ്രോപ്പർ ആൻഡ് പെർഫെക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എയർ ഇൻ ദ എയർ കണ്ടീഷൻഡ് സ്പേസ് ഡൗൺ ഫ്ലോ ഷുഡ് ബി പ്രിഫേർഡ് ഇൻസ്റ്റെഡ് ഓഫ് അപ്പ് ഫ്ലോ. അപ്പോൾ നമുക്ക് എ സി വർക്ക് ചെയ്യുമ്പോൾ അവിടെ എയറിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിരിക്കും. അതായത് റൂമിൻ്റെ ബോട്ടം പോർഷനിലേക്ക് എയർ വന്ന് സർക്കുലേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും ആ എയറിൻ്റെ മൂവ്മെൻറ്റ്. അതായത് ഡൗൺ ഫ്ലോ ഷുഡ് ബി പ്രിഫേർഡ് ഇൻസ്റ്റെഡ് ഓഫ് അപ്പ് ഫ്ലോ. അതായത് മുകളിലേക്ക് എയർ ഫ്ലോ ചെയ്യുന്നതിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് താഴോട്ട് എയർ ഫ്ലോ ചെയ്യുന്നതാണ്. ഇനി അടുത്താണ് കോൾഡ് ആൻഡ് ഹോട്ട് സർഫസസ്.
The cold or hot objects in a conditioned space may cause discomfort to the occupants. അതായത് നമ്മൾ കണ്ടീഷൻ ചെയ്ത റൂം, അതിനകത്ത് എവിടെയെങ്കിലും ഹീറ്റ് സോഴ്സ്, ഒരു ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന സോഴ്സ് ഉണ്ടെന്ന് കരുതുക. ഉദാഹരണം ഒരു അയൺ ബോക്സോ അല്ലെങ്കിൽ ഒരു മെഷീനോ എന്തെങ്കിലും ഉണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഡിസ്കംഫർട്ടിന് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്പേസ്, ആ സ്പേസ് കൂൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇത്തരത്തിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഷീനറീസ് ഉണ്ട് എങ്കിൽ അത് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണ്, അതും കൂടെ ആ എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഫാൻ ആകുമ്പോൾ ഫാൻ്റെ മോട്ടറിൽ നിന്നുണ്ടാകുന്ന ഹീറ്റാകും, ഇനി അതല്ല ലൈറ്റ് ആണെങ്കിൽ ലൈറ്റിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് ഉണ്ടാകാം. ഇത്തരത്തിൽ ഹീറ്റ് സോഴ്സുകൾ റൂമിനകത്തുണ്ടാകാം. അപ്പോൾ ആ ഹീറ്റ് സോഴ്സും റിമൂവ് ചെയ്യാൻ തക്ക കേപ്പബിൾ ആയിരിക്കണം എയർ കണ്ടീഷനിങ് സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് ഒരു റൂമിൽ എവിടെയൊക്കെയാണോ ഹോട്ട് സോഴ്സസ് ഉള്ളത്, ഹീറ്റ് സോഴ്സസ് ഒക്കെ ഉള്ളത്, അത് കണ്ടെത്തണം. ഇൻ ദ ഡിസൈനിങ് ഓഫ് ആൻ എയർ കണ്ടീഷനിങ് സിസ്റ്റം, the temperature of the surface to which the body may be exposed must be given considerable importance. ഇനി അടുത്തതാണ് എയർ സ്ട്രാറ്റിഫിക്കേഷൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഈ ഒരു പോയിന്റിലുണ്ട്. ഇപ്പം നമ്മൾ റൂമുണ്ട്, റൂമിൽ വിൻഡോസ് ഉണ്ട്, ആ വിൻഡോസിലൂടെ സൺലൈറ്റ് അകത്തേക്ക് കയറി വരാം, അത് നമുക്കൊരു ഡിസ്കംഫർട്ടാണ്. അപ്പോൾ അതും കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ കാർ ഓടിച്ച് പോകുന്ന ഒരു കേസാണെങ്കിൽ നമുക്ക് കാറിൻ്റെ ഗ്ലാസ്സിൽ നിന്ന് സൺലൈറ്റ് കാറിൻ്റെ അകത്തെ സ്പേസിലേക്ക് എൻട്രി ചെയ്യുന്നു. അപ്പോൾ കാറിനകത്ത് എയർ കണ്ടീഷൻ ഉണ്ടെങ്കിലും നമുക്കത് ഡിസ്കംഫർട്ടാണ്. അപ്പോൾ അതുമൂലം ഹീറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് കാറിനകത്തെ സ്പേസ്. ഇത്തരത്തിൽ എവിടെയെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ അതുമൂലം പുറത്തുനിന്ന് ഹീറ്റ് റേഡിയേറ്റ് ചെയ്ത് അകത്ത് വരുന്നൊരു കേസ് ഡിസ്കംഫർട്ടിന് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് അതും കൺസിഡർ ചെയ്യണം. ഇനി അതുപോലെ തന്നെ ഒരു റൂമാണ്, ആ റൂമിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു റൂമുണ്ട്. ആ റൂം എന്ന് പറയുന്നത് കണ്ടീഷൻഡ് അല്ല. അങ്ങനെയെങ്കിൽ ആ കണ്ടീഷൻഡ് അല്ലാത്ത സ്പേസിൽ നിന്ന് ഹീറ്റ് കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസിലേക്ക് വന്നെന്ന് വരാം. അപ്പം അത്തരത്തിൽ ഹീറ്റ് സോഴ്സ് എവിടെ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതൊക്കെയും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. അടുത്തതാണ് എയർ സ്ട്രാറ്റിഫിക്കേഷൻ. When air is heated, its density decreases and thus it rises to the upper part of the confined space. This results in a considerable variation in the temperatures between the floor and the ceiling. അതായത് റൂമിലെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു എയർ, അതിനുശേഷം അപ്പം ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അത് തിന്നറാവുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നു. ദെൻ ആ ഡെൻസിറ്റി കുറഞ്ഞ എയർ മുകളിലേക്ക് പോകുന്നു. ദെൻ ഡെൻസറായിട്ടുള്ള കോൾഡ് എയർ താഴെ തങ്ങി നിൽക്കുന്നു. അപ്പം അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ സീലിങ്ങും ഫ്ലോറും തമ്മിൽ നോക്കുമ്പോൾ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടാകാം. അതായത് റൂമിൻ്റെ ടോപ്പിൽ ഹോട്ടായിട്ടുള്ള എയറും റൂമിൻ്റെ ബോട്ടത്തിൽ കോൾഡ് ആയിട്ടുള്ള എയറും വരും. അങ്ങനെ വന്നാൽ അത് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിന് കാരണമാകും. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടാകാൻ പാടില്ല. The movement of the air to produce the temperature gradient from floor to ceiling is termed as air stratification. അപ്പോൾ ഇത്തരത്തിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് മൂലം എയർ ഫ്ലോ ഉണ്ടാകുന്നതിനെയാണ് എയർ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. എയർ കണ്ടീഷൻ സിസ്റ്റം മസ്റ്റ് ബി ഡിസൈൻ ടു റെഡ്യൂസ് ദ എയർ സ്ട്രാറ്റിഫിക്കേഷൻ ടു എ മിനിമം. അപ്പോൾ ഇത്തരത്തിലൊരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഒരു റൂമിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് മിനിമൈസ് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ വേണം എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ആ എയർ കണ്ടീഷൻ സിസ്റ്റം ഫ്ലോ ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കൺഫൈൻഡ് സ്പേസ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു യൂണിഫോം ടെമ്പറേച്ചറിലേക്ക് കണ്ടീഷൻ ചെയ്തെടുക്കാൻ ആ എയർ കണ്ടീഷൻ സിസ്റ്റത്തിന് സാധിക്കണം. ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു എയർ ഫ്ലോ ആയിരിക്കരുത് കൊടുക്കാൻ, മറിച്ച് ഒരു യൂണിഫോം ടെമ്പറേച്ചറിലേക്ക് ആ ഒരു കൺഫൈൻഡ് സ്പേസ് മാറണം എളുപ്പത്തിൽ. അപ്പോൾ ആ രീതിയിൽ വേണം എയർ ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ. ദെൻ അടുത്തതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഒപ്റ്റിമം എഫക്റ്റീവ് ടെമ്പറേച്ചർ. അപ്പോൾ അത് ക്ലൈമറ്റ് ആൻഡ് സീസണൽ ചേഞ്ചസ്. നമ്മൾ പറഞ്ഞു ഇൻ വിൻ്റർ കണ്ടീഷനാണ്, അല്ലെങ്കിൽ ആ ഒരു കോൾഡ് കൺട്രീസിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 19 ഡിഗ്രി സെൽഷ്യസ് മതിയാകും.
ഇനി ഹോട്ടായിട്ടുള്ള കൺട്രീസ് അല്ലെങ്കിൽ സമ്മർ കണ്ടീഷനിലൊക്കെ വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 22 ഡിഗ്രി സെൽഷ്യസ് വേണം. ഇത്തരത്തിൽ ആ എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വേരി ചെയ്യും. അതാണ് പീപ്പിൾ ലിവിങ് ഇൻ കോൾഡർ ക്ലൈമറ്റ്സ് ഫീൽ കംഫർട്ടബിൾ അറ്റ് എ ലോവർ എഫക്റ്റീവ് ടെമ്പറേച്ചർ ദാൻ ദോസ് ലിവിങ് ഇൻ എ വാർമർ റീജിയൻസ്. അപ്പോൾ അവിടെ നമുക്ക് ഏത് റീജിയനിലാണ് പീപ്പിൾ താമസിക്കുന്നത് എന്നതനുസരിച്ച് വേണം എഫക്റ്റീവ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതനുസരിച്ച് വേണം എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. ഇനി അത് മാത്രമല്ല, ക്ലൈമറ്റിലുണ്ടാകുന്ന ചേഞ്ച് മൂലം ഇപ്പോൾ വിൻ്റർ സമ്മർ സീസൺസ് മാറി വരുന്നു. ഇപ്പോൾ വിൻ്റർ സീസണിൽ ആൾക്കാർക്ക് കുറച്ച് താഴ്ന്ന ടെമ്പറേച്ചർ വേണം എഫക്റ്റീവ് ടെമ്പറേച്ചർ, സമ്മർ സീസണിൽ ഹയർ ടെമ്പറേച്ചർ വേണം. അപ്പോൾ അങ്ങനെയുള്ള കേസിലും സ്യൂട്ടബിളായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യേണ്ടി വരും. ദെൻ ക്ലോത്തിങ്. പേഴ്സൺ വിത്ത് ലൈറ്റ് ക്ലോത്തിങ്സ് നീഡ് ലെസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ദാൻ എ പേഴ്സൺ വിത്ത് ഹെവി ക്ലോത്തിങ്. ഓക്കെ, അപ്പോൾ ലൈറ്റായിട്ട് ക്ലോത്ത് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ ലെസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം ആസ് കമ്പയർഡ് ടു ഹെവി ആയിട്ട് ക്ലോത്ത് ചെയ്യുന്നത്. ദെൻ ഏജ് ആൻഡ് സെക്സ്. വുമൺ ഓഫ് ഓൾ ഏജസ് റിക്വയർ ഹയർ എഫക്റ്റീവ് ടെമ്പറേച്ചർ ദാൻ മെൻ. ചിൽഡ്രൻസ് ഓൾസോ നീഡ് ഹയർ എഫക്റ്റീവ് ടെമ്പറേച്ചർ ദാൻ അഡൾട്ട്സ്. നമുക്കറിയാം, ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ കൂടിയ ടെമ്പറേച്ചർ വേണം. അതാണ് അവർക്ക് കുറച്ച് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുക. അതേസമയം അഡൾട്ടിനെ സംബന്ധിച്ച് അവർക്ക് കുറച്ചും കൂടെ കുറഞ്ഞ എഫക്റ്റീവ് ടെമ്പറേച്ചറാണ് അവർക്ക് കംഫർട്ടബിൾ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു കംഫർട്ട് സോൺ കംഫർട്ട് ചാർട്ടിൽ കണ്ടെങ്കിലും ആ കംഫർട്ട് സോണിൽ തന്നെയും നേരത്തെ പറഞ്ഞ പോലെ 19 to 22 റേഞ്ച് ഉണ്ടാകും എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ. അത് കുറച്ച് പേർക്ക് കുറഞ്ഞ എഫക്റ്റീവ് ടെമ്പറേച്ചറായ 9 or 20 ആയിരിക്കും താല്പര്യം, കുറച്ച് പേർക്ക് 21 or 22 ആയിരിക്കും കംഫർട്ട് സോണിൽ വരിക. ദെൻ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ. If the stay in a room is shorter, then higher effective temperature is required than that needed for a long stay. അപ്പോൾ ഒരു റൂമിൽ ഷോർട്ടായിട്ട് സ്റ്റേ ചെയ്യുന്ന കേസൊക്കെ ആണെങ്കിൽ അവിടെ എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സ്യൂട്ടബിൾ. Then kind of activity. When the activity of the person is heavy, then low effective temperature is needed. നമ്മൾ ഓൾറെഡി കണ്ടു, ലോ എഫക്റ്റീവ് ടെമ്പറേച്ചർ ഉള്ളപ്പോഴാണ് ആ ടോട്ടൽ ഹീറ്റ് റിമൂവൽ എന്ന് പറയുന്നത് മാക്സിമം ആവുക. സെൻസിബിൾ ഹീറ്റും അതുപോലെ തന്നെ ലേറ്റൻ്റ് ഹീറ്റും റിമൂവ് ചെയ്യുന്നത് മാക്സിമം ആകുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന എഫക്റ്റീവ് ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന കേസിലാണ്. അപ്പോൾ ആ ഹീറ്റ് ലിബറേഷൻ കൂടുന്തോറും കംഫർട്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേസമയം ആ ഹീറ്റ് ലിബറേറ്റ് ചെയ്യാതെ ബോഡിയിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന കേസിൽ ഡിസ്കംഫർട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ ആക്ടിവിറ്റീസ് ഉള്ള ഏരിയാസിലേക്കാണ് നമ്മൾ എയർ കണ്ടീഷൻ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ലോ എഫക്റ്റീവ് ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യണം. ദെൻ ഡെൻസിറ്റി ഓഫ് ഓക്യുപ്പൻസ്. ദ എഫക്റ്റ് ഓഫ് ബോഡി റേഡിയേറ്റ് ഹീറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, particularly in a densely occupied space like auditorium, is large enough which require a slight lower effective temperature. അതായത് ഒരുപാട് ഒക്യുപ്പൻസ് ഉള്ള ഒരു വലിയ ഓഡിറ്റോറിയമോ അല്ലെങ്കിൽ സിനിമ ഹാളോ ആണെങ്കിൽ അവിടെ ഓരോ ഒക്യുപ്പൻസിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഉണ്ടാകും, അത് കൂടുതലായിരിക്കും. കാരണം അവിടെ ഒക്യുപ്പൻസ് ധാരാളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിൽ എഫക്റ്റീവ് ടെമ്പറേച്ചർ ലോ എഫക്റ്റീവ് ടെമ്പറേച്ചർ കുറവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും സ്യൂട്ടബിൾ. കാരണം ഓരോ വ്യക്തികളിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് അവർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ആ ഒരു സ്പേസിലുള്ള ഒക്യുപ്പൻസിൻ്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലോ എഫക്റ്റീവ് ടെമ്പറേച്ചർ വെക്കുന്നതായിരിക്കും സ്യൂട്ടബിൾ. നമ്മളിനി അടുത്ത ക്ലാസ്സിൽ എയർ കണ്ടീഷണർ എന്താണ്, എയർ കണ്ടീഷൻ സിസ്റ്റംസ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണും. Thank you.